നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബേസിക് സയൻസിലെ വണ്ടേഴ്സ് ഓഫ് ദ സ്കൈ അല്ലെങ്കിൽ ആകാശവിസ്മയങ്ങൾ എന്ന യൂണിറ്റിൻ്റെ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോട്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. വാട്ട് ഈസ് ലൂണാർ എക്ലിപ്സ്? എന്താണ് ചന്ദ്രഗ്രഹണം? When the earth comes between the sun and the moon in a straight line, ആ സണ്ണിനും മൂണിനും അല്ലെങ്കിൽ ആ സൂര്യനും ചന്ദ്രനും ഇടയിൽ എർത്ത് എങ്ങനെ വരുമ്പോൾ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ നേർരേഖയിൽ വരുമ്പോൾ ദ മൂൺ വിൽ ബി ഇൻ ദ ഷാഡോ ഓഫ് ദ എർത്ത്, ആ ചന്ദ്രൻ ഭൂമിയുടെ നിഴലിലായിരിക്കും. ദിസ് ഈസ് ദ ലൂണാർ എക്ലിപ്സ്. ഇതാണ് ചന്ദ്രഗ്രഹണം. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, എർത്ത്, സൺ, മൂൺ, ഇതിൻ്റെ മൂന്നിൻ്റെയും പൊസിഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. MES എന്ന് ആലോചിച്ചാൽ മതി. ചന്ദ്രഗ്രഹണമെങ്കിൽ MES, മൂൺ, എർത്ത്, സൺ. അതായത് എർത്ത് എന്ന് പറയുന്നത് മൂണിൻ്റെയും സണ്ണിൻ്റെയും നടുക്കാണ് വരുന്നത് കേട്ടോ. MES. അടുത്തത്, വാട്ട് ഈസ് സോളാർ എക്ലിപ്സ്? എന്താണ് സൂര്യഗ്രഹണം? when the moon comes in between earth and the sun, ഇവിടെ മൂണാണ്. എർത്തിനും സണ്ണിനും ഇടയ്ക്ക് ആരാ വരുന്നത്? മൂണാണ് വരുന്നത്. ഇനി സ്ട്രേറ്റ് ലൈൻ, ഒരു നേർരേഖയിൽ ആരൊക്കെ? എർത്തും സണ്ണും മൂണാണ് നടുക്ക് വരുന്നത്. ദ മൂൺസ് ഷാഡോ ഫാൾസ് ഓൺ ദ എർത്ത്. അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ എവിടെ പതിക്കും? ഭൂമിയിൽ പതിക്കും. പീപ്പിൾ ഇൻ ദ ഏരിയ വേർ ദ മൂൺസ് ഷാഡോ ഫാൾസ് കനോട്ട് സീ ദ സൺ. നമ്മുടെ മൂണിൻ്റെ ഷാഡോ പതിക്കുന്ന ആ സ്ഥലത്തുള്ള ആൾക്കാർക്ക് സണ്ണിനെ കാണാൻ കഴിയില്ല. ബിക്കോസ് ദ മൂൺ കവേഴ്സ് ദ സൺ. എന്തുകൊണ്ടെന്നാൽ മൂണ് സണ്ണിനെ കവർ ചെയ്യുന്നത് കൊണ്ട്. ദിസ് ഈസ് സോളാർ എക്ലിപ്സ്. ഇതിനെയാണ് നമ്മൾ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അടുത്തത്, എ സോളാർ എക്ലിപ്സ് ഈസ് വിസിബിൾ ഓൺലി ടു ദോസ് ഇൻ ദ ലൂണാർ ഷാഡോ. ലൂണാറിൻ്റെ ഷാഡോ അല്ലെങ്കിൽ നമ്മുടെ ചന്ദ്രൻ്റെ ഷാഡോ, നിഴൽ പ്രദേശത്തുള്ളവർക്ക് മാത്രമേ സോളാർ എക്ലിപ്സ്, സൂര്യഗ്രഹണം വിസിബിൾ ആവത്തുള്ളൂ, കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എന്താണ് സൂര്യഗ്രഹണം? ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രൻ്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല. ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സ്? പലതരത്തിലുള്ള സോളാർ എക്ലിപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സസ്. സൂര്യഗ്രഹണങ്ങൾ 3 തരത്തിലാണുള്ളത്. ടോട്ടൽ സോളാർ എക്ലിപ്സ്, പൂർണ്ണഗ്രഹണം. ആനുലാർ സോളാർ എക്ലിപ്സ്, വലയഗ്രഹണം. 3 പാർഷ്യൽ സോളാർ എക്ലിപ്സ്, ഭാഗിക ഗ്രഹണം അല്ലെങ്കിൽ ഭാഗിക സൂര്യഗ്രഹണം. എന്നിങ്ങനെ 3 തരത്തിലുള്ള സോളാർ എക്ലിപ്സസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ടോട്ടൽ സോളാർ എക്ലിപ്സ്, അതായത് പൂർണ്ണ സൂര്യഗ്രഹണം. അപ്പോൾ ആ 3 എക്ലിപ്സിൻ്റെയും പിക്ചർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ടോട്ടൽ സോളാർ എക്ലിപ്സ്. മൂൺ കംപ്ലീറ്റ്ലി സ്ക്രീൻസ് എന്ന് പറഞ്ഞാൽ മറയ്ക്കുക. സ്ക്രീൻസ് ദ ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദി സൺ, കൊറോണ ഓഫ് ദ സൺ ഈസ് വിസിബിൾ. അതായത് ആ സൂര്യനല്ല, നമ്മുടെ ചന്ദ്രൻ അല്ലെങ്കിൽ മൂൺ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് സ്ക്രീൻ ചെയ്യാന്ന് വെച്ചാൽ മറയ്ക്കുന്നു. ആരെ? ദ ബ്രൈറ്റ് ലൈറ്റ് ഓഫ് ദി സൺ. സൂര്യപ്രകാശത്തെ ചന്ദ്രൻ പൂർണ്ണമായി മറയ്ക്കുന്നതാണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. കൊറോണ ഓഫ് ദ സൺ ഈസ് വിസിബിൾ. അപ്പം നമുക്ക് ആ സണ്ണിൻ്റെ കൊറോണ മാത്രമേ വിസിബിൾ ആവുകയുള്ളൂ. സൂര്യൻ്റെ കൊറോണ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അടുത്തത് ആനുലാർ സോളാർ എക്ലിപ്സ്, അതായത് വലയഗ്രഹണം. അപ്പോൾ ആനുലാർ സോളാർ എക്ലിപ്സിൽ എന്താ സംഭവിക്കുന്നത്? ദ സെൻറ്റർ ഓഫ് ദി സൺ ഈസ് സ്ക്രീൻഡ് ബൈ ദ സൺ. സൂര്യൻ്റെ സെൻറ്റർ പോർഷൻ അല്ലേ, മധ്യഭാഗം മൂൺ വന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്ക്രീൻ ചെയ്യുന്നു, അതായത് മറയ്ക്കുന്നു. ദ ഔട്ടർ സർഫസ് ഓഫ് ദി സൺ അപ്പിയേഴ്സ് ആസ് എ റിംഗ്. അപ്പോൾ സൂര്യൻ്റെ ഔട്ടർ സർഫസ് ഒരു റിംഗ് പോലെ അപ്പിയർ ആവുന്നു. മനസ്സിലായോ? അപ്പോൾ നമുക്ക് സൂര്യൻ്റെ ഔട്ടർ സർഫസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇന്നർ പോർഷൻ ആര് മറയ്ക്കുന്നു? നമ്മുടെ മൂൺ വന്ന് എന്ത് ചെയ്യുന്നു? മറയ്ക്കുന്നു അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യുന്നു. ഓക്കെ. ഇനി പാർഷ്യൽ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ ഭാഗിക സൂര്യഗ്രഹണം. ദ മൂൺ ഓൺലി പാർഷ്യലി സ്ക്രീൻസ് ദ സൺ. മൂൺ എന്ത് ചെയ്തു? സൂര്യൻ്റെ പാർഷ്യലായിട്ട്, ഭാഗികമായിട്ടാണ് സ്ക്രീൻ ചെയ്യുന്നത്, മറയ്ക്കുന്നത്. ദ വിസിബിൾ പാർട്ട് ഓഫ് ദി സൺ ഈസ് ക്രസൻറ്റ് ഷേപ്ഡ്. അപ്പോൾ നമുക്ക് വിസിബിൾ ആവുന്ന സണ്ണിൻ്റെ പാർട്ട് ഒരു ക്രസൻറ്റിൻ്റെ ഷേപ്പായിരിക്കും. ക്രസൻറ്റ് ഷേപ്പ് കണ്ടോ? ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രസൻറ്റ് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ. നോക്കിയുള്ളൂ, വിവിധ തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങൾ ഏതെല്ലാം? പൂർണ്ണ സൂര്യഗ്രഹണം, വലയ സൂര്യഗ്രഹണം, ഭാഗിക സൂര്യഗ്രഹണം എന്നിങ്ങനെ 3 തരത്തിലുള്ള സൂര്യഗ്രഹണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് പൂർണ്ണ സൂര്യഗ്രഹണം. സൂര്യനെ ചന്ദ്രൻ പൂർണ്ണമായി മറച്ചതായി കാണപ്പെടും. സൂര്യൻ്റെ അന്തരീക്ഷമായ കൊറോണ കാണാൻ കഴിയും.
ഇനി വലയ സൂര്യഗ്രഹണമാണെങ്കിലോ സൂര്യന്റെ മധ്യഭാഗം ചന്ദ്രനാൽ മറയ്ക്കപ്പെടുന്നു, സൂര്യന്റെ പുറം ഭാഗം ഒരു വലയമായി കാണപ്പെടുന്നു. ഇനി ഭാഗിക സൂര്യഗ്രഹണം, ചന്ദ്രൻ സൂര്യനെ ഭാഗികമായി മാത്രം മറയ്ക്കുന്നു. സൂര്യന്റെ ദൃശ്യഭാഗം ചന്ദ്രക്കലയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ ക്രസന്റ് ഷേപ്ഡ് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി ഒബ്സർവ് എ സോളാർ എക്ലിപ്സ് സേഫ്ലി? അതായത് സുരക്ഷിതമായിട്ട് ഒരു സൂര്യഗ്രഹണം നമുക്ക് എങ്ങനെ വീക്ഷിക്കാൻ കഴിയുമെന്ന്. ഒബ്സർവിംഗ് ദ സോളാർ എക്ലിപ്സ് ഡയറക്ട്ലി ഈസ് ഹാംഫുൾ ടു ദ ഐസ്. സൂര്യഗ്രഹണം സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ അല്ലാതെ നമ്മൾ നിരീക്ഷിക്കുന്നത് നമ്മുടെ കണ്ണിന് ഹാനികരമാണ്. The solar eclipse must be observed only by using filters and reflecting the sun's rays in different ways. അതായത് സോളാർ എക്ലിപ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ ഒബ്സർവ് ചെയ്യാം, പക്ഷേ ഏത് മാർഗത്തിലൂടെ മാത്രമേ, ഓൺലി ബൈ യൂസിങ് ഫിൽറ്റേഴ്സ്. ഒന്നുകിൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുക, ഫിൽറ്ററുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് ദ സൺസ് റേസ്, സൂര്യൻ്റെ രശ്മികളെ റിഫ്ലക്റ്റ് ചെയ്യുക ഇൻ ഡിഫറെൻറ്റ് ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സൂര്യൻ്റെ സൺസ് റേസിനെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് സോളാർ എക്ലിപ്സ് വീക്ഷിക്കാം, അല്ലേ, ഒബ്സർവ് ചെയ്യാം. അടുത്തത്, എക്ലിപ്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് യൂസിങ് ക്വാളിറ്റി ഫിൽറ്റേഴ്സ് ഇൻ ടെലസ്കോപ്പ് ആൻഡ് ബൈനോക്കുലേഴ്സ്. നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ സൂര്യഗ്രഹണം നിരീക്ഷിക്കാമെന്ന്, ടെലസ്കോപ്പ്, ബൈനോക്കുലർ എന്നിവയിലുള്ള ഗുണമേന്മയുള്ള ഫിൽറ്ററുകൾ ഉപയോഗിച്ചും നമുക്ക് സോളാർ എക്ലിപ്സ് നിരീക്ഷിക്കാം. Decorative glitter paper and unsafe X-ray films should not be used for observing solar eclipse. സോളാർ എക്ലിപ്സ് ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡെക്കറേറ്റീവ് ഗ്ലിറ്റർ പേപ്പേഴ്സ്, ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് അൺസേഫ് എക്സ്റേ ഫിലിംസ്, പിന്നെ സേഫ് അല്ലാത്ത എക്സ്റേ ഫിലിംസ് ഒന്നും നമ്മൾ യൂസ് ചെയ്ത് സോളാർ എക്ലിപ്സ് വീക്ഷിക്കാൻ പാടില്ല. ചന്ദ്രൻ്റെ ശോഭയുടെ കാരണം എന്താണ്? ഉപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ മൂൺ? ചന്ദ്രൻ്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ശോഭയ്ക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ നിലാവിന് ഒക്കെ ഉള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ആൻസറാണ്. ഇതാണ് സൺലൈറ്റ് ഫാളിംഗ് ഓൺ ദ മൂൺ സർഫസ്. മൂണിൻ്റെ സർഫസിൽ എത്തുന്ന സൺലൈറ്റ് ഗെറ്റ് സ്കാറ്റേർഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. അത് സ്കാറ്റർ ചെയ്യുന്നു, വിസരിച്ച് അത് എവിടെ എത്തുന്നു? റീച്ചസ് ദ എർത്ത്, എർത്തിലെത്തുന്നു. ദിസ് ഈസ് ദ മൂൺ ലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. ഇതാണ് നമ്മൾ രാത്രിയിൽ കാണുന്ന നിലാവ് എന്ന് പറയുന്നത്, മൂൺ ലൈറ്റ് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ശോഭ, അല്ലേ? അടുത്ത് നോക്കുന്ന നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. നമ്മൾ വിവിധ ദിവസങ്ങളിൽ ചന്ദ്രനെ ഒരേ ആകൃതിയിലല്ല കാണുന്നത്, എല്ലാവർക്കും അതറിയാം. ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും ചന്ദ്രൻ്റെ ആകൃതി വ്യത്യാസപ്പെടുക. ചില ദിവസം പൂർണ്ണമായിട്ടുള്ള വൃത്തത്തിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയും, ചില ദിവസങ്ങളിൽ ചന്ദ്രനെ ചെറിയൊരു ചന്ദ്രക്കല പോലെ കാണാൻ കഴിയും, അല്ലേ? അപ്പോൾ ഗോളാകൃതിയിലുള്ള ചന്ദ്രനെ എന്തുകൊണ്ടാണ് വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്ത ആകൃതിയിൽ കാണുന്നത്? നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ: 3 സ്മൈലി ബോളുകൾ, കറുത്ത പെയിൻറ്റ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് 3 സ്മൈലി ബോൾ വേണം, പിന്നെ ഒരു കറുത്ത പെയിൻറ്റും വേണം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും ബോക്സിലെ കുറിപ്പുകളും പരിശോധിച്ച് സ്മൈലി ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിൻ്റ് അടിക്കൂ. സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായി പെയിൻറ്റ് ചെയ്യുക. അതായത് അത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പോർഷൻ ഒഴിച്ച് അതിൻ്റെ ബാക്കിയുള്ള ഭാഗം. സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറയുന്ന വിധം പെയിൻറ്റ് ചെയ്യുക. സ്മൈലി ഫേസ് മുഴുവൻ മറയുന്ന വിധം പെയിൻറ്റ് ചെയ്യുക. കറുത്ത പെയിൻറ് ചെയ്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ നിഴൽ ഭാഗവും പെയിൻറ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗവുമാണ്. അപ്പോൾ കറുത്ത പെയിൻറ് വെച്ച് അടിച്ചത് ചന്ദ്രൻ്റെ നിഴൽ ഭാഗവും മറ്റേ സൈഡെന്ന് പറയുന്നത് സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗവുമാണ്. മക്കളോ, why is the spherical moon seen in different shapes on different days? Let's do an activity. എന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ ഷേപ്പിലുള്ള മൂൺ നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പിൽ കാണുന്നത്? അതിനെക്കുറിച്ചൊരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടത്? 3 സ്മൈലി ബോൾസ്, ബ്ലാക്ക് പെയിൻറ്റ്. ഒരു ബ്ലാക്ക് പെയിൻറ്റ് വേണം, 3 സ്മൈലി ബോൾസ് വേണം. ഈ സ്മൈലി ബോൾസിനെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ദ അതർ സൈഡ് ഓഫ് ദി സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. സ്മൈലി ഇരിക്കുന്നതിൻ്റെ മറ്റേ സൈഡിലുള്ള പൊസിഷനിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പകുതി ഭാഗം പെയിൻറ്റ് അടിക്കുക. പെയിൻറ്റ് കവറിങ് ഹാഫ് ഓഫ് ദി സ്മൈലി ഫേസിൻ്റെ ഹാഫ് പോർഷനിൽ എന്ത് ചെയ്യണം? പെയിൻറ്റ് അടിക്കുക. പെയിൻറ്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്. സ്മൈലിയായിട്ടിരിക്കുന്ന ആ ഒരു പൊസിഷൻ മൊത്തം പെയിൻറ്റ് അടിക്കുക, കറുത്ത പെയിൻറ്റ് അടിക്കുക. അങ്ങനെ 3 തരത്തിലുള്ള സ്മൈലി ബോൾസ് നമ്മളിവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ പെയിൻറ്റ് അടിച്ചാൽ മതി. നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ദ ബ്ലാക്ക് പെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ ഷാഡോ സൈഡ് ഓഫ് ദി മൂൺ. ഈ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഷാഡോ സൈഡാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതായത് നിഴൽ വീഴുന്ന പ്രദേശം. ദ അൺപെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ പാർട്ട് ഓഫ് ദി മൂൺ വെയർ ലൈറ്റ് ഫാൾസ്.
ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗമാണ് നമ്മൾ പെയിൻറ് ചെയ്യാത്ത പോർഷൻ കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? താഴെ ചിത്രത്തിൽ കാണുന്ന വിധം ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കുക. കിഴക്ക് ദിശ, പടിഞ്ഞാറ് ദിശ കണ്ടല്ലോ. കിഴക്ക് ദിശയിലും പടിഞ്ഞാറ് ദിശയിലും പിന്നെ നടുക്കായിട്ടൊരു ഒരു ഭാഗത്തും വച്ചിട്ടുണ്ട്. സ്മൈലി ബോളിൻ്റെ പെയിൻറ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് അഭിമുഖമായും കറുത്ത പെയിൻറ് ചെയ്ത ഭാഗം പ്രകാശത്തിന് എതിർവശത്തും വരണം. അങ്ങനെയാണ് സ്മൈലി ബോൾ നമ്മൾ വയ്ക്കേണ്ടത്. സ്മൈലി ബോൾ ചന്ദ്രനാണ് എന്നും ബൾബ് സൂര്യനാണ് എന്നും സങ്കല്പിക്കുക. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ് എ, ബി, സി. അതായത് പടിഞ്ഞാറ് ഭാഗം, ബി എന്ന് പറയുന്നത് ഒരു നടുക്ക് ഭാഗം, സി എന്ന് പറയുന്നത് കിഴക്ക് ഭാഗം, അങ്ങനെ വെച്ചിട്ടുള്ളത്. എ, സി എന്നീ ബോളുകൾക്ക് മധ്യത്തിൽ കുട്ടിയിരുന്ന് നിരീക്ഷിക്കണം. എ, സി എന്നിങ്ങനെ ആ 2 ബോളുകൾക്ക് മധ്യത്തിൽ ഒരു കുട്ടിയിരുന്ന് നിരീക്ഷിക്കുന്നത് കണ്ടോ? ചിത്രം അനുസരിച്ച് കുട്ടി 3 ബോളുകളെയും കാണുന്നത് എങ്ങനെയായിരിക്കും? ഈ ചിത്രം അനുസരിച്ച് ആ 3 ബോളുകളെയും കുട്ടി കാണുന്നത് എങ്ങനെയായിരിക്കും എന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിഴൽ ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? ഈ പിക്ചർ നോക്കിയിട്ട് നിഴൽ ഭാഗം പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നത് ഏത് ബോളിലായിരിക്കും? നമുക്കറിയാൻ പറ്റും. എ, അതെ, പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചിട്ടുള്ള സ്മൈലി ബോളിൽ എ എന്ന് കൊടുത്തിട്ടുള്ള ആ ഭാഗത്താണ് നിഴൽ ഭാഗം പൂർണ്ണമായിട്ടും കാണപ്പെടുന്നത്. ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നിഴൽ ഭാഗം പൂർണ്ണമായും അത് പറഞ്ഞു. പകുതി പ്രകാശ ഭാഗവും പകുതി നിഴൽ ഭാഗവും കാണുന്നത് ഏത് സ്ഥാനത്ത് വെച്ച ബോളിലാണ്? പിക്ചർ നോക്കൂ. പകുതി പ്രകാശവും പകുതി നിഴലും കാണുന്നത് എവിടെയാണ്? ബിയിൽ വെച്ച ബോളിൽ ആണല്ലോ. ഓക്കെ, ബിയിൽ വെച്ച ബോളിലാണ് പകുതി പ്രകാശിതവും പകുതി നിഴൽ ഭാഗവും കാണുന്നത്. ഇനി പ്രകാശം പതിയുന്ന ഭാഗം പൂർണ്ണമായും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണ്? പ്രകാശം പതിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുന്നത് ഏത് ബോളിലാണ്? ഏത് പൊസിഷൻ? എ ആണോ, ബി ആണോ, സി ആണോ? സി പൊസിഷനിൽ അല്ലേ പ്രകാശം പതിച്ച ചന്ദ്രൻ്റെ ഭാഗമായിരിക്കും. ചന്ദ്രനല്ല, സ്മൈലി ബോളിൻ്റെ ഭാഗമായിരിക്കും ആ കുട്ടി കാണുന്നത്. ആ സ്മൈലി ബോൾ നമ്മൾ ചന്ദ്രനായിട്ട് കാണുന്ന സാധനമാണ് അല്ലേ. ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യാസ്തമയ ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ചിത്രത്തെ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യൂ. ഇതാ നോക്ക്, കണ്ടോ ചന്ദ്രൻ്റെ പൊസിഷൻസ് മാറുന്നത് കണ്ടോ? ഭൂമിയായിട്ട് നേരെ ഡിയിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് പോയി ഇയിലെത്തി പിന്നെ എഫിലെത്തി. കണ്ടോ? അതായത് ആദ്യം ചന്ദ്രൻ ഡി പൊസിഷനിലായിരിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഭൂമിയെ അഭിമുഖീകരിക്കാത്ത സൈഡിലാണ് സൂര്യപ്രകാശം അടിക്കുന്നത്. അപ്പോൾ ഭൂമിയെ അഭിമുഖീകരിക്കുന്ന സൈഡിൽ എൻ്റെ നിഴൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? ഇരുട്ടാണ്. അപ്പോൾ നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. ഭൂമിയിലുള്ള നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് അത് അടുത്ത പൊസിഷനിലെത്തുമ്പോൾ കുറച്ച് ഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഭാഗം ചന്ദ്രനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇയിലെത്തുമ്പോൾ ചന്ദ്രൻ്റെ പകുതി ഭാഗത്തോളം സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പകുതി ചന്ദ്രനെയാണ് കാണാൻ കഴിയുന്നത് അല്ലേ. പകുതി ഭാഗം എന്തായിരിക്കും? അവിടെ നിഴൽ ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത പൊസിഷനിലെത്തിയപ്പോൾ മുക്കാൽ ഭാഗത്തോളം ചന്ദ്രനെ നമുക്ക് കാണാം. കുറച്ച് ഭാഗത്തുള്ള ചന്ദ്രനെ മാത്രം കാണാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് എഫ് പൊസിഷനിലെത്തിയപ്പോൾ മുഴുവൻ സൂര്യപ്രകാശം നന്നായിട്ട് ചന്ദ്രനിലോട്ട് വരുന്ന ഭാഗത്താണ് ഭൂമിയെ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചന്ദ്രനെ അവിടെ കാണാൻ കഴിയും. മനസ്സിലായോ? അടുത്ത, പ്ലേസ് ദ ബോൾസ് ഇൻ ദ ക്ലാസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആർ ഷോൺ ഇൻ ദ പിക്ചർ. പിക്ചറിൽ കാണിക്കുന്ന പോലെ ബോൾസ് പ്ലേസ് ചെയ്യുക. ഈസ്റ്റ് ഡയറക്ഷനിൽ, വെസ്റ്റ് ഡയറക്ഷനിൽ എന്നിങ്ങനെ. The unpainted part of the smiley ball should face the light and the black painted part should face the side opposite of light. ലൈറ്റ് ഓടിയിട്ട് കണ്ടോ ഒരു ബൾബ്? ആ ബൾബിൻ്റെ ഫേസ് ചെയ്യുന്ന ബോളിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പെയിൻറ്റ് ചെയ്യാത്ത പോർഷനും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പെയിൻറ്റ് ചെയ്ത പോർഷനുമാണ് നമ്മൾ വയ്ക്കേണ്ടത്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കേണ്ടത്. ചിത്രത്തിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇമാജിൻ ദ സ്മൈലി ബോൾ ആസ് ദ മൂൺ ആൻഡ് ദ ബൾബ് ആസ് ദ സൺ. നമ്മൾ എന്താ ഇമാജിൻ ചെയ്യാനുള്ള? സ്മൈലി ബോൾ നമ്മുടെ ചന്ദ്രനായിട്ടും പിന്നെ സൂര്യൻ ബൾബായിട്ടും നമ്മൾ ഇമാജിൻ ചെയ്യുക. എ, ബി ആൻഡ് സി ആർ ദ പൊസിഷൻ വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്. മൂൺ നമ്മുടെ എർത്തിന് ചുറ്റും റൗണ്ട് ചെയ്യുന്ന പൊസിഷൻസ് ആണ് എ, ബി, സി എന്നിങ്ങനെ ആ പൊസിഷൻ കൊണ്ട് കാണിക്കുന്നത്. ദ ചൈൽഡ് ഷുഡ് സിറ്റ് ഇൻ ദ മിഡിൽ ബാൾസ് എ ആൻഡ് സി ആൻഡ് ഒബ്സർവ്. ആ കുട്ടി ഇരിക്കേണ്ടത് എക്കും സിക്കും നടുക്കായിട്ടാണ്, മിഡിലായിട്ടാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഒബ്സർവ് ചെയ്യണം. ആസ് പെർ ദ പിക്ചർ ഹൗ വിൽ ദ ചൈൽഡ് ബി വ്യൂവിങ് ഓൾ ദ 3 ബോൾസ്. എല്ലാ ബോൾസും എങ്ങനെയായിരിക്കും ആ കുട്ടി കാണുന്നതെന്ന് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഓൺ വിച്ച് ബാൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി. ഏത് ബോളിലാണ് ആ കുട്ടിക്ക് ഷാഡോ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത്? എ ആണോ, ബിയിലാണോ, സിയിലാണോ? ഏത് ബോളിലാണ്? എ പൊസിഷനിലിരിക്കുന്ന ബോളിൽ നമുക്ക് ഷാഡോ പൊസിഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയും അല്ലേ.
ഇനി ബോൾ പ്ലേസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ നമ്പേഴ്സ് ദ ചൈൽഡ് ടു വ്യൂ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ. പകുതി പ്രകാശിതവും ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ളതും പകുതി ഷാഡോ പോർഷനും കാണാൻ കഴിയുന്നത് ഏത് പൊസിഷനാണ്? ബി പൊസിഷനിലിരിക്കുന്ന ബോളിൽ അല്ലേ. ഇനി ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഇല്യൂമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി. ഇല്യൂമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രകാശിത ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നത് ഏത് പൊസിഷനിലെ ബോളിലാണ്? സി പൊസിഷനിലെ ബോളിൽ. മനസ്സിലായല്ലോ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ. Given below the positions and shapes in which the child observed the moon in the sky after sunset on different days. Analyze the given picture based on the activity you had. അതായത് നമ്മുടെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ ഭൂമിയുടെ ഓരോ പൊസിഷൻസ് ആണ്. അതായത് ചന്ദ്രൻ ഇങ്ങനെ ഓരോ പൊസിഷൻ മാറുന്നതനുസരിച്ച് ചന്ദ്രൻ്റെ ഷാഡോ പോർഷനും ഇല്യൂമിനേറ്റഡ് പോർഷനും നമുക്ക് കാണാൻ കഴിയില്ല. അതെങ്ങനെയാണെന്നുള്ളതാണ് DEF എന്നിങ്ങനെ 3 പൊസിഷനിൽ ചന്ദ്രനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഡി പൊസിഷനിൽ ഭൂമിയിലുള്ള ആൾക്കാർക്ക് ഷാഡോ പോർഷൻ ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പകുതി ഷാഡോ പകുതി ഇല്യൂമിനേറ്റഡ് പോർഷൻ കാണാൻ കഴിയും. അതായത് ഷാഡോ പോർഷനാണ് കാണാൻ കഴിയുന്നത്. ഡിയിലുള്ള ആൾക്കാർക്ക് ഷാഡോ പോർഷനാണ് കാണാൻ കഴിയുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഡി പൊസിഷനിൽ ചന്ദ്രൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാനേ കഴിയില്ല. ആകാശത്തെ ചന്ദ്രനെ കാണാനേ നമുക്ക് കഴിയില്ല. ഇനി എഫ് പൊസിഷനിലാണെങ്കിലോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ചന്ദ്രനെ കാണാം. ഈ പൊസിഷനിലായിരിക്കുമ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ പകുതി ഭാഗം മാത്രമേ കാണാൻ കഴിയുള്ളൂ കേട്ടോ. ഓരോ സ്ഥാനത്തെത്തുമ്പോഴും ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസപ്പെടുന്നില്ലേ? വ്യത്യാസപ്പെടുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതും. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനുള്ള കാര്യമാണ്. ചന്ദ്രൻ ഡി എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു ആണല്ലോ. ഇനി ചന്ദ്രൻ ഇ എന്ന സ്ഥാനത്ത് നിൽക്കുമ്പോൾ പകുതി പ്രകാശിത ഭാഗവും പകുതി നിഴൽ ഭാഗവും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ചന്ദ്രൻ എഫ് എന്ന സ്ഥാനത്ത് എത്തുമ്പോൾ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാമെന്ന് നോക്കാം. സയൻസ് ഡയറിയിൽ ഈ ഒരു എക്സ്പെരിമെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ നിഗമനം അനുമാനം എല്ലാം. അപ്പോൾ ഇതാണ് അതിൻ്റെ നോട്ടെന്ന് പറയുന്നത്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് ഈ ഫിഗർ എന്ന് പറയുന്നത് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഫിഗറാണ്. അതിൻ്റെ താഴെ എഴുതാനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ബോക്സിൽ നോക്കി എഴുതണം. അതുപോലെ ഇത് വരച്ചെടുക്കുകയും വേണം. ഇത് വരച്ച് നമ്മുടെ സയൻസ് ഡയറിയിൽ ഇതൊക്കെ വരച്ച് ഇങ്ങനെ എഴുതി വേണം സബ്മിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് വരയ്ക്കണം കേട്ടോ. ഇതിൻ്റെ താഴെയുള്ള ഈ ഫിഗറും അത് ഭയങ്കര ഭംഗിയൊന്നും വേണ്ട, എന്നാലും ഒരുവിധം മനസ്സിലാകത്തക്ക വിധത്തിൽ ബൾബും ബോളും ഒക്കെ ഒരുവിധം നന്നായിട്ട് വരയ്ക്കാം കേട്ടോ. ഇരിക്കുന്ന ആളിന് അധികം നന്നായിട്ട് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വരച്ച് അതിൻ്റെ അടയാളപ്പെടുത്താനുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. ഇത് നിരീക്ഷണം നിഗമനം. 2 കാര്യങ്ങൾ. നിരീക്ഷണം എന്താണ്? നിഴൽഭാഗം പൂർണ്ണമായി കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് എ എന്ന ബോളിലാണ്. പകുതി പ്രകാശഭാഗവും പകുതി നിഴൽഭാഗവും കാണുന്നത് ബി എന്ന ബോളിലാണ്. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ ഇത് മതി. ഓക്കെ. ഇനി ഇത് താഴെ ഒരു ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ആൻസേഴ്സാണ്. ഓക്കെ. ഇനി ഇതാണ് ഇംഗ്ലീഷ് മീഡിയംകാരുടെ നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെറ്റീരിയൽസ് പ്രൊസീജിയർ എല്ലാം ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഇതാ ഒബ്സർവേഷനും ഇൻഫറൻസും ഉണ്ട്. ഇനി അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ആ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ സയൻസും സോഷ്യലും ഒക്കെ ഏതൊക്കെ യൂണിറ്റാണ് എടുക്കുന്നതെന്ന് ഈ ഒരു ക്ലിപ്പ് കേൾക്കുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം.